ഹലോ എവരി വൺ. നമ്മളുടെ നീറ്റ് എക്സാം അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നിങ്ങളിൽ പലരും നിങ്ങളുടെ റിവിഷനിലോട് കിടക്കുകയായിരിക്കും. സോ ഈ റിവിഷനിലോട് കിടക്കുമ്പോൾ എങ്ങനെ നന്നായിട്ട് റിവൈസ് ചെയ്യാം എന്നതിന് ഒരു ബെസ്റ്റ് സ്ട്രാറ്റജിയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ഓക്കെ, പലപ്പോഴും നമ്മൾ ഫേസ് ചെയ്യുന്നൊരു പ്രോബ്ലം, നമ്മൾ ടൈം ടേബിൾ ഉണ്ടാക്കും. പക്ഷെ നമ്മൾ ടൈം ടേബിൾ ഉണ്ടാകുമ്പോൾ അത് നമുക്ക് കൃത്യമായി ഫോളോ ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് അത് നമുക്ക് പിന്നീട് അതൊരു ബുദ്ധിമുട്ടായി മാറാറുണ്ട്, നമ്മുടെ കോൺഫിഡൻസ് കുറക്കാറുണ്ട്. എന്നാൽ ഇതിനൊരു സൊല്യൂഷൻ എന്ന നിലയിൽ നമ്മളിത് ഡിസ്കസ് ചെയ്യുന്ന ഒരു പുതിയ തരത്തിലുള്ള ടൈം ടേബിളാണ്. ഈ ടൈം ടേബിൾ വിളിക്കുക റിട്രോസ്പെക്റ്റീവ് ടൈം ടേബിൾ എന്നാണ്. നിങ്ങൾ ഈ ടൈം ടേബിൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങളൊരു കറക്റ്റ് ഒരു പാത്തിലായിരിക്കും. നിങ്ങളുടെ കോൺഫിഡൻസ് കുറയില്ല. ഇത് റിയലിസ്റ്റിക് ടൈം ടേബിളാണ്. ഓക്കെ, സോ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. എന്നിട്ട് ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങൾ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതുപോലെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, സോ നമുക്ക് നമ്മുടെ സ്ട്രാറ്റജിയിലൂടെ കിടക്കാം. നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യുന്നത് ഒരു റിട്രോസ്പെക്റ്റീവ് ടൈം ടേബിളാണ്. ഓക്കെ, നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, നമ്മൾ ആദ്യം ഒരു കോളം ഉണ്ടാക്കണം. എനിക്ക് കൊണ്ട് നിങ്ങൾക്ക് വിസിബിൾ ആണെന്ന് വിചാരിക്കുന്നു. ഒരു കുറച്ച് കോളംസ് ഉണ്ടാക്കണം. ഫസ്റ്റ് കോളത്തിൽ നമ്മുടെ വിഷയങ്ങൾ നമ്മളൊന്ന് എഴുതി വെക്കണം. നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ നിങ്ങൾ കമ്പ്യൂട്ടറിൽ ചെയ്യാം, ലാപ്ടോപ്പിൽ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പേപ്പർ എടുത്തിട്ട് A4 ഷീറ്റിൽ എഴുതിയിട്ട് നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, സോ നമ്മൾ ചെയ്യേണ്ടത്, ഒരു കോളത്തിൽ നമ്മുടെ ചാപ്റ്റേഴ്സിൻ്റെ പേര് എഴുതണം. ഫോർ എക്സാമ്പിൾ ഞാനിവിടെ കുറച്ച് പേര് കൊടുത്തിട്ടുണ്ട്. സെൽ ബയോളജി, ബയോ കെമിസ്ട്രി, ജെനറ്റിക്സ് എന്ന് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ നീറ്റ് ലെവലിൽ നിങ്ങൾക്ക് എന്ത് കൊടുക്കാം? നിങ്ങൾക്ക് സെൽ ലിവിങ് വേൾഡ്, ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ, പ്ലാൻ കിങ്ഡം, ആനിമൽ കിങ്ഡം, അതുപോലെ എല്ലാ ചാപ്റ്റേഴ്സും എഴുതുക. അതുപോലെ അതിന് താഴെ കെമിസ്ട്രിയിലെ ചാപ്റ്റേഴ്സ് എഴുതുക. പിന്നെ അതുപോലെ ഫിസിക്സിലെ ചാപ്റ്റേഴ്സ് എഴുതുക. ഓക്കെ ആണോ? സോ ഈ ചാപ്റ്റേഴ്സ് എഴുതി കഴിഞ്ഞതിന് ശേഷം പിന്നീട് നമ്മുടെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഫോർ എക്സാമ്പിൾ ഇന്ന് ഫെബ്രുവരി 3 വിചാരിക്കും. ഞാനിവിടെ ഫെബ്രുവരി 1 കൊടുത്തിട്ടുള്ളത്. സപ്പോസ് ഇന്ന് ഞാൻ റെക്കോർഡിങ് സമയം ഫെബ്രുവരി 3. സോ ഇന്ന് ഫെബ്രുവരി 3 അല്ലെങ്കിൽ ഫെബ്രുവരി 3 വിചാരിച്ചോളൂ. ഓക്കെ, അല്ലെങ്കിൽ ഫെബ്രുവരി 1 വിചാരിച്ചോളൂ. സോ ഇന്ന് നമ്മൾ ബയോ കെമിസ്ട്രി നമ്മൾ പഠിക്കുകയാണ്. അപ്പോൾ നമുക്കാദ്യം പ്ലാൻ ചെയ്യാം. ഫെബ്രുവരി 1 ബയോ കെമിസ്ട്രി എന്ന് നമ്മൾ പ്ലാൻ ചെയ്തു. അപ്പോൾ നമ്മൾ പഠിച്ചു. നമ്മൾ പഠിച്ചപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. പെർഫെക്റ്റായിട്ട് പഠിക്കാൻ പറ്റിയിട്ടില്ല, ഫുള്ളായിട്ട് പഠിക്കാൻ പറ്റിയിട്ടില്ല. എന്നാൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു മീഡിയം ലെവൽ പഠിച്ചിട്ടുണ്ട്. മീഡിയം ലെവൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതിനെ ഒരു ഓറഞ്ച് കളർ കൊടുക്കുക. ഓക്കെ ആണോ? സോ ഒരു ഓറഞ്ച് കളർ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന നിങ്ങൾക്കൊരു മീഡിയം ലെവൽ ഇതറിയാം. ഓക്കെ ആണോ? ദെൻ നമ്മൾ ജെനറ്റിക്സ്. ഓക്കെ, ഈ ജെനറ്റിക്സ് എടുത്തു. ഈ ജെനറ്റിക്സും നമ്മൾ വിചാരിച്ചോളൂ, നമ്മൾ ഫെബ്രുവരി 1 തന്നെ ജെനറ്റിക്സ് നമ്മൾ പഠിക്കുകയാണെന്ന് വിചാരിച്ചോളൂ. ഓക്കെ, നമ്മൾ പഠിക്കാൻ ശ്രമിച്ചു. പക്ഷേ ജെനറ്റിക്സ് നമുക്ക് ഒട്ടും പഠിക്കാൻ പറ്റുന്നില്ല, ഒട്ടും മനസ്സിലാവുന്നില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങളൊരു റെഡ് കളർ കൊടുക്കുക. റെഡ് കളർ നിങ്ങളൊരു കളറിങ് കൊടുക്കുക. ദെൻ പിന്നെ അതിനുശേഷം വിചാരിച്ചുള്ളൂ നമ്മൾ എവല്യൂഷൻ ഫെബ്രുവരി. ഓക്കെ, നമ്മൾ അടുത്തൊരു ദിവസം എടുക്കുകയാണ്, ഫെബ്രുവരി 2. സോ ഫെബ്രുവരി 2 നമ്മൾ പ്ലാൻ ചെയ്യുന്നത് എവല്യൂഷൻ പഠിക്കാൻ പ്ലാൻ ചെയ്തു. അതുപോലെ നമ്മൾ എക്കോളജി പഠിക്കാൻ പ്ലാൻ ചെയ്തു വിചാരിച്ചോളൂ. അവിടെ ടൈപ്പ് ചെയ്യുന്നുണ്ട്. സോ നമ്മൾ എവല്യൂഷൻ പഠിക്കാൻ തീരുമാനിച്ചു. സോ എവല്യൂഷൻ നമ്മൾ പെർഫെക്റ്റായിട്ട് പഠിച്ചു, ഈസി ആയിട്ട് പഠിച്ചു. ഓക്കെ, എല്ലാം മുഴുവനായിട്ട് പഠിച്ചു. അങ്ങനെയാണ് ഇവിടെ ഗ്രീൻ കളർ ചെയ്യുക. ഗ്രീൻ കളർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നിങ്ങൾ മുഴുവനായിട്ട് പഠിച്ചു എന്നുള്ളത്. ഓക്കെ ആണോ? എക്കോളജി നമ്മൾ പഠിക്കാൻ ശ്രമിച്ചു. മുഴുവനായിട്ട് പഠിച്ചു. അപ്പോൾ ഗ്രീൻ കളർ ചെയ്യുക. അങ്ങനെ നമ്മൾ ഓരോന്ന് ഫില്ല് ചെയ്യുക. അതിനുശേഷം സെക്കൻഡ് റൗണ്ടിലോട്ട് വരുമ്പോൾ നിങ്ങൾ നോക്കൂ, ഇപ്പം നമ്മൾ ബയോ കെമിസ്ട്രി അല്ലെങ്കിൽ ബയോ മോളിക്യൂൾസ് നമ്മളിപ്പോൾ മീഡിയം ലെവലല്ലേ നിൽക്കുന്നത്. അപ്പോൾ ഇനി നമ്മളൊരു വേറൊരു ഡേറ്റ് കൊടുക്കുകയാണ് ഇവിടെ. നോക്കൂ, ഇനി സപ്പോസ് ഞാനൊരു ഫെബ്രുവരി 20 ആണെന്ന് വിചാരിച്ചോളൂ. ഓക്കെ, നമ്മൾ ഫെബ്രുവരി 20 വരുമ്പോൾ ഞാൻ ബയോ കെമിസ്ട്രി അല്ലെങ്കിൽ ബയോ മോളിക്യൂൾസ് ഞാൻ ഒന്നുകൂടിയും പഠിക്കും നന്നായിട്ട്. ഇതിനു മുമ്പ് നമ്മളൊരു മീഡിയം ലെവലായിരുന്നു. ഫെബ്രുവരി 20 കഴിഞ്ഞപ്പോൾ നമ്മളിത് നന്നായിട്ട് പഠിച്ചു വിചാരിച്ചോളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ഗ്രീൻ കളർ ചെയ്യണം. സോ ഗ്രീൻ കളർ ഇൻഡിക്കേറ്റ് ചെയ്ത് നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു, പിന്നെ അങ്ങോട്ട് നോക്കേണ്ടതില്ല. ഓക്കെ, ജെനറ്റിക്സ് നമ്മൾ ഫെബ്രുവരി 1 പഠിക്കാൻ ശ്രമിച്ചിരുന്നു, പക്ഷേ ഒന്നും മനസ്സിലായില്ല. സോ റെഡ് കളറായിരുന്നു. അപ്പോൾ ഇനി ഫെബ്രുവരി 20 ഞാൻ ജെനറ്റിക്സ് പഠിക്കാൻ ശ്രമിക്കുകയാണെന്ന് വിചാരിച്ചോളൂ. ഓക്കെ, സോ നമ്മൾ ജെനറ്റിക്സ് പഠിച്ചു, കുറച്ച് കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്.
അപ്പോൾ നമ്മളൊരു മീഡിയം ലെവലിലായി റൈറ്റ് നോ. ഇപ്പോൾ നമ്മളൊരു മീഡിയം ലെവലാണ്. അങ്ങനെയാണ് ഇവിടെ എന്ത് ചെയ്യണം, ഇവിടെ നമ്മൾ ഓറഞ്ച് കളർ കൊടുക്കണം. ഓക്കെ, ദെൻ നമ്മൾ വേറെ കാര്യം വിചാരിച്ചു. മോളിക്കുലാർ ബയോളജി നമ്മൾ ഫെബ്രുവരി 5 നമ്മൾ ശ്രമിച്ചിരുന്നു, ഒട്ടും ചെയ്യാൻ കഴിഞ്ഞില്ല, റെഡ് കളറാണ്. നമ്മൾ ഫെബ്രുവരി 21 നമ്മൾ ശ്രമിക്കുന്നു. 21 ശ്രമിക്കുമ്പോൾ ഇപ്പം എന്തായി, മോളിക്കുലർ ബയോളജി കുറച്ചുകൂടി മനസ്സിലായി, അല്ലെങ്കിൽ ഒരു മീഡിയം ലെവൽ മനസ്സിലായി. അപ്പോൾ നമ്മളിതിനെ എന്ത് ചെയ്യണം, ഓറഞ്ചിലോട്ട് മാറ്റണം. ഓക്കെ, ഇനി അതിനുശേഷം മോളിക്കുലാർ ബയോളജി നമ്മൾ മാർച്ച് 1 നമ്മൾ വീണ്ടും പഠിക്കുകയാണ്. ഇപ്പം നമ്മൾ മോളിക്കുലാർ ബയോളജി നന്നായിട്ട് പഠിച്ചു, അല്ലെങ്കിൽ മോളിക്കുലാർ ബേസിസ് നമ്മൾ നന്നായിട്ട് പഠിച്ചു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഓറഞ്ച് കളറായിരുന്നു, ഇപ്പോൾ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഗ്രീൻ കളർ കൊടുക്കാം. പെർഫെക്റ്റ് ആയിട്ട് പഠിച്ചു. ബയോകെമിസ്ട്രി അല്ലെങ്കിൽ ബയോമോളിക്യൂൾസ് നമ്മൾ ഓൾറെഡി ഗ്രീനാണ്. ഗ്രീൻ വന്ന് പിന്നെ അങ്ങോട്ട് നോക്കേണ്ടിയില്ല. ഇതിൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ ഇത് റിയലിസ്റ്റിക് ആണ്. പിന്നെ അതുപോലെ തന്നെ ഇത് നിങ്ങൾക്കൊരു ക്ലാരിറ്റി തരും, നിങ്ങൾ എത്രത്തോളം പഠിച്ചു എന്നുള്ളൊരു ക്ലാരിറ്റി തരും. അത് നിങ്ങൾക്ക് കോൺഫിഡൻസ് ക്രിയേറ്റ് ചെയ്യാൻ സഹായിക്കും. ഓക്കെ, ഇതിനെയാണ് റിട്രോസ്പെക്റ്റീവ് ടൈം ടേബിൾ എന്ന് വിളിക്കുക. അപ്പോൾ എല്ലാവരും റിട്രോസ്പെക്റ്റീവ് ടൈം ടേബിൾ ഉണ്ടാക്കി അത് ട്രൈ ചെയ്യുക. ഇത് വളരെ വളരെ നല്ലൊരു മെത്തേഡാണ്, നോ ഡൗട്ട് ഇൻ ദാറ്റ്. ഓക്കെ, എല്ലാവരും ട്രൈ ചെയ്യുക. അതുപോലെ നിങ്ങൾ എത്രത്തോളം നിങ്ങൾക്ക് ഇഫക്റ്റീവായി, ഇത് എത്രത്തോളം ഈ വീഡിയോ നിങ്ങൾ ഹെൽപ്പ് ചെയ്തു എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട് ഷെയർ ചെയ്യുക, അത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഓൾ ദി വെരി ബെസ്റ്റ്. അതുപോലെ നിങ്ങളുടെ എന്തെങ്കിലും നിങ്ങൾക്ക് സജഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓൾ ദി വെരി ബെസ്റ്റ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും പ്രത്യേക ചാപ്റ്ററോ അല്ലെങ്കിൽ ടോപ്പിക്കോ, ബയോളജിയിലെ ഏതെങ്കിലും ടോപ്പിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഗൈഡൻസ് എന്തെങ്കിലും വേണമെങ്കിൽ നിങ്ങൾ അത് കമൻറ്റ് ചെയ്യുക. ഡെഫിനറ്റ്ലി നമ്മൾ ചെയ്യുന്നതായിരിക്കും. എസ്പെഷ്യലി എക്സാം അടുത്തുകൊണ്ടൊരു വരികയാണ്. ഇവിടെ നമ്മൾ കൂടുതൽ ഇതിന് വേണ്ടി ടൈം എഫേർട്ട് ഇടുന്നതായിരിക്കും. സിമിലർലി നിങ്ങളുടെ ഒരു എൻകറേജ്മെൻറ്റ് കൂടി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.